ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടിട്ടിരിക്കുന്നവൻ്റെ കൈകൾ വെട്ടിയെടുത്ത് മാറ്റാതെ നമുക്ക് ഉറക്കമുണ്ടാവുകയില്ല എന്ന് പറയുന്ന നബി തിരുമേനിയല്ല നമ്മളവിടെ കാണുന്നത്. ക്ഷമയുടെ സഹനത്തിൻ്റെ വഴികളിലൂടെ ഒരു ജനതയെ ആനയിക്കുന്ന ഒരാളിനെയാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തെ ഏറ്റവും ഒരു ഇതിനേക്കാളൊരു നേതാവിന് വേണ്ടി വേറെ ഏത് ഗുണമാണുള്ളതെന്ന് ആലോചിച്ച് നോക്കുന്നു. ഇസ്ലാം മതം ലോകത്തിൻ്റെ മണ്ണിലേക്ക് ഒഴുകിപ്പടർന്നെങ്കിലും അത് ആയുധത്തിൻ്റെ പിൻബലത്തോടെ അല്ല, വാളിൻ്റെയും തോക്കിൻ്റെയും പിൻബലത്തോടെ ഒഴുകിപ്പടർന്നു കയറിയ ഒരു മതമല്ല, അധികാരത്തിൻ്റെ പേരിൽ കടന്നു വന്ന ഒന്നല്ല. അധികാരമുണ്ടൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ആ കൂട്ടത്തിലേക്ക് കൂടിയേക്കാം എന്ന് പറയുന്നത് പോലെയല്ല. ചിലപ്പോൾ ഇന്നലെ വരെ ചിലപ്പോൾ എച്ച് സലാമിനെ കണ്ടപ്പോൾ ഭരണമുണ്ട് എന്ന് കാണുമ്പോൾ നമ്മളോട് ഇച്ചിരി പ്രത്യേകത കാണിക്കാറുണ്ടല്ലോ. അത് എവിടെയും ഉണ്ടാവുന്ന ഒന്നാണ്. ഭരണം കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ വെന്നിക്കൊടി നാട്ടിയ മതത്തിൻ്റെ പേരല്ല ഇസ്ലാം മതം എന്നുള്ളത്. എവിടെയായിരുന്നു അധികാരമുണ്ടായിരുന്നത്? അധികാരമുള്ള ഒരാൾ പോലും ഇല്ല ഇവിടെ. ആട്ടിപ്പായിക്കപ്പെട്ടൊരു ജനതയാണെല്ലാം ഉള്ളത്. എത്രയോ ഇടങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടും സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു പോകേണ്ടി വന്ന ഒരു ജനതയുടെ പക്ഷത്താണ് ആ മതം നിൽക്കുന്നത്. അധികാരവുമായി ബന്ധപ്പെട്ട ആളുകളില്ല, അടിമകളാണ് വന്ന് നിൽക്കുന്നതെല്ലാം. ആ അടിമയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ചരിത്രം കാണുന്ന ചരിത്രം ഇങ്ങനെ ചേർത്തും കോർത്തും വെക്കുന്ന അടിമകൾ. കറുത്തവനായിരുന്ന, നീഗ്രോ ആയിരുന്ന, എത്യോപ്യക്കാരനായിരുന്ന ബിലാലിനെ നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുക? മക്കാ വിജയത്തിൻ്റെ പ്രഖ്യാപനം ലോകവും കാലവും കേൾക്ക് ഉറക്ക വിളിച്ചു പറഞ്ഞ കറുത്തവനായ അടിമയായ ബിലാലിനെ വിസ്മരിക്കാൻ എങ്ങനെയാണ് കഴിയുക? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപനം നടത്തുന്ന ഇതെല്ലാം ലോകം കേൾക്ക വിളിച്ചു പറഞ്ഞ ഈ ബിലാലിനെ വിസ്മരിക്കാൻ ആർക്കാണ് കഴിയുകയില്ല. ആരാണ് ബിലാലിനെ ഉയർത്തിക്കൊണ്ടുവന്നത്? അടിമകളാണ് ഏറ്റവും കൂടുതൽ വന്നതും അവരുടെ അടുത്തേക്കല്ലേ നീങ്ങിയതെല്ലാം. യാസർ കുടുംബത്തെ വിസ്മരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? എത്ര വലിയ പീഡനങ്ങളിലേക്കാണ് എടുത്തുയർത്തപ്പെട്ടതും. ക്രൂരമായ പീഡനങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് എടുത്തുയർത്തപ്പെടുമ്പോഴും ഈ മതത്തെയും അന്ത്യപ്രവാചകനെയും ഒഴിവാക്കുകയില്ല എന്ന് മനസ്സിൽ നിന്നും മായ്ക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല എന്ന് പറഞ്ഞില്ലേ? ആ പറയുന്നിടത്താണ് ആ യാസർ കുടുംബം ഈ ക്രൂരതകളെല്ലാം ഏറ്റുവാങ്ങുന്ന അവസരത്തിൽ കുന്തം കൊണ്ട് കുത്തിയും ശരീരത്തിൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തിയും ഭാരമേറിയ കല്ലെടുത്ത് നെഞ്ചത്തു വെച്ച് വലിച്ചഴച്ചു കൊണ്ടുപോയില്ല. മൃഗീയമായ പീഡനങ്ങളിൽ അരുങ്കൊല ചെയ്യപ്പെടുന്ന അവിടെ ചെന്നിട്ടും അദ്ദേഹം എന്താ പറഞ്ഞത്? യാസർ കുടുംബമേ പൊറുക്കുക, യാസർ കുടുംബമേ ക്ഷമിക്കുക. ഈ വാക്കുകളല്ലേ നമ്മൾ നബി തിരുമേനിയിലൂടെ കേട്ടത്. ഇതിനേക്കാൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെയാണ് നമുക്ക് ഇതിനേക്കാൾ വേറൊരു മാതൃകയെ നമുക്ക് കാണിക്കാൻ കഴിയുക? ഇതാണ് ലോകത്തിന് മുമ്പിൽ നബി തിരുമേനി കാണിച്ചത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന്. മുത്തുനബി എന്ന് ഇസ്ലാം മതവിശ്വാസികൾ ലോകത്ത് സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഒരു പേരാണ്. പക്ഷേ ലോകത്ത് മുത്തുരത്നം എന്ന് വിളിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്, വേറെ ആരും വിളിച്ചിട്ടില്ല. ആ കാരുണ്യത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ മലയാളത്തിൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് വിശേഷിപ്പിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്രയെത്ര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്വീകരിക്കേണ്ടി വന്നു. ഉറ്റവരും ഉടയവരുടെയും ഭാഗത്തു നിന്നല്ലോ കടുത്ത എതിർപ്പുകളുടെ ഘോഷയാത്രയെ നേരിടേണ്ടി വന്നില്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വിഗ്രഹങ്ങൾക്കായി ബലിയർപ്പിച്ച ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയെല്ലാം കൂടി കൊണ്ടുവന്ന് നബി തിരുമേനിയുടെ കഴുത്തിലിട്ടില്ലേ? ഭാരം കാരണം തലയെന്നെടുത്തുയർത്താൻ പോലും കഴിയാതെ കുനിഞ്ഞിരിക്കേണ്ട ഗതികേടിലെത്തി നബി തിരുമേനി. എത്രയോ നേരം കഴിഞ്ഞാണ് മകൾ ഫാത്തിമ വന്നിട്ട് ഈ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയെല്ലാം കൂടി നബി തിരുമേനിയുടെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. ആർക്കാണപ്പോൾ കോപമുണ്ടാവാത്തത്? ആർക്കാണപ്പോൾ ദേഷ്യമുണ്ടാവാത്തത്? ഏതൊരു മനുഷ്യനും അപ്പോൾ ദേഷ്യമുണ്ടാവാം, ഏതൊരു മനുഷ്യനും കോപമുണ്ടാവാം. ഇതിന് തിരിച്ച് കൃത്യമായ എന്ന വണ്ണം പകരം ചോദിച്ചേ മതിയാവുകയുള്ളൂവെന്ന് ആരുടെയും മനസ്സിലുണ്ടാവാം. പക്ഷെ നബി തിരുമേനി എന്താണ് പറഞ്ഞതെന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നില്ലേ? നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് പ്രവൃത്തിയായിക്കോട്ടെ അത് നന്മയും തിന്മയുമാണ്, രണ്ട് തരത്തിലാണ് ആ പ്രവർത്തികൾ വരുന്നത്. നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുകയില്ല എന്ന് വെറുതെ പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്തത്, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടുക എന്ന്. അപ്പോൾ നിങ്ങളോട് അപ്പോൾ അതിൻ്റെ ഗുണമെന്താണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇത് രണ്ടും ഒരുപോലെയല്ല എന്ന് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറയാം. തിന്മയും നന്മയും തുല്യമാവുകയില്ല എന്ന് ആർക്കാണ് പറയാൻ പാടില്ലാത്തത്? അടുത്ത വാചകമാണ് തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടുക എന്നുള്ളത്. അപ്പോൾ അതിനെന്താണ് അതിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത്?
നമ്മൾ പറയാറില്ല നിങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ഫലം കിട്ടും എന്ന് പറയാറുണ്ട്. ഒരു മരുന്ന് കഴിക്കുമ്പോൾ പോലും അതിൻ്റെ ഗുണഫലം എന്താണെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ മരുന്ന് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഗുണഫലം എന്തെന്ന് ചോദിക്കുമ്പോൾ വെറുതെ പറഞ്ഞു പോവുകയല്ല നബി തിരുമേനി ചെയ്യുന്നത്. തിന്മയെ ഏറ്റവും നല്ല നന്മയോണ്ട് നേരിടാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. അതിൻ്റെ എന്താണ് അതിന് കിട്ടുന്ന ഫലമെന്നാണ്. അപ്പോൾ നിങ്ങളോട് ശത്രുതയിൽ കഴിയുന്നവർ പോലും ആത്മമിത്രത്തെ പോലെ ആയിത്തീരും എന്നാണ് പറഞ്ഞത്. ശത്രുവിനെ എങ്ങനെ മിത്രമാക്കാം എന്നുള്ളതിനുള്ള എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും വലിയ ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അവിടെ ചെയ്തത്. നമുക്ക് ശത്രുക്കൾ ആണ് എപ്പോഴും നമ്മളുടെ പ്രശ്നമല്ല. അവരെൻ്റെ എതിരാളിയാണ്, അവനെൻ്റെ ശത്രുവാണ്. അപ്പോൾ ശത്രു പോട്ടെന്നുള്ളതാണ് നമ്മൾ നിൽക്കുന്നതെല്ലാം. നിങ്ങൾ ശത്രുവിനെ ആത്മമിത്രമാക്കാൻ പറ്റുമോ? ലോകം ഇന്നും കാണുന്നത് ശത്രുതയുടെ പക്ഷത്തേക്കാണ് നിൽക്കുന്നതെല്ലാം. ഉക്രൈൻ റഷ്യയുടെ പാലം തകർക്കുന്നുവെങ്കിൽ അവിടെ ഇപ്പോൾ യുദ്ധം ആളിക്കത്തുന്നുണ്ടെങ്കിൽ ഈ ശത്രുതയുടെ പേരിലാണ്. എന്നവസാനിക്കും ശത്രുതയെ നമ്മൾ വിലപിക്കുന്നില്ല. നിങ്ങൾക്ക് ശത്രുവിനെ ആത്മമിത്രത്തെ പോലെ ആക്കി തീർക്കണം. ഒറ്റ വഴി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടുക. അപ്പോൾ നിങ്ങളോട് ശത്രുതയിൽ കഴിയുന്നവർ പോലും ആത്മമിത്രത്തെ പോലെ ആയിത്തീരുമെന്നാണ് പറഞ്ഞത്. അവിടം കൊണ്ടും നിർത്തുന്നില്ല. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ, അതും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ക്ഷമയുണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞു പോയിട്ടതില്ല. ഇത് ചെയ്യാൻ കഴിയുന്നവർക്ക് ആ ക്ഷമയുള്ളൂ. അവരിൽ മാത്രമേ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി പറയുന്നിടത്തും കൃത്യതയോടുകൂടി എന്നവണ്ണം അതിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവുകയാണ്. വെറുതെ ഇങ്ങനെ അധരങ്ങൾ കൊണ്ട് വെറുതെ പറഞ്ഞു പോയിട്ട് കഥയില്ലെന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടണമെങ്കിൽ നല്ല ക്ഷമാശീലരായിരിക്കണം. ആ ക്ഷമാശീലരിലേക്ക് മാത്രമേ പടച്ചവൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ എന്നുകൂടിയുള്ള പരിശോധനയാണ്. ഇത് പറയുന്നത് ഏത് സന്ദർഭത്തിലാണ്? വെറുതെ ചുമ്മാതിരിക്കുന്നൊരവസരത്തിൽ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമായിട്ടല്ല അത് വരുന്നത്. അത് പറയുന്നത് ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ്. എത്ര ഇടത്തെല്ലാം ഉണ്ടായി, എത്രയോ ഇടങ്ങളിൽ മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്നു. മുൻവരിപ്പല്ലുകൾ തകർന്ന ഉഹുദ് യുദ്ധത്തെക്കുറിച്ച് വിസ്മരിക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. എത്ര ഉറ്റവരും ഉടയവരുമെല്ലാം കൊല ചെയ്യപ്പെട്ട എത്രയോ വലിയ പ്രയാസം ഉണ്ടായൊരു സംഭവമായിരുന്നതെല്ലാം അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ആ നാവെടുത്ത് വായിലോട്ടിടുന്നതിന് മുമ്പേ പരമകാരുണികൻ്റെ പ്രഖ്യാപനമുണ്ടാവുകയും അത് നബി തിരുമേനിയിൽ കൂടെ തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്നില്ലേ? അവിടെയും നമ്മൾ വീണ്ടും കേൾക്കുകയാണ് ഇതേ കാര്യങ്ങളെ എല്ലാം. ഉഹുദ് യുദ്ധഭൂമിയിൽ മുൻവരിപ്പല്ലുകൾ തകർന്ന് ഉറ്റവരും ഉടയവരുമെല്ലാം ക്രൂരമായി അരുങ്കൊല ചെയ്യപ്പെട്ടത് കണ്ടും ആ യുദ്ധഭൂമിയിലേക്ക് ചെന്ന് തൻ്റെ ഏറ്റവും പിതൃവനായ ഹംസയെ കൊന്നു വെട്ടി നുറുക്കി കരൾ പറിച്ചെടുത്ത് ചവച്ച് തുപ്പി ഇട്ടിരിക്കുന്നതും മൃതദേഹത്തിനോടൊപ്പം ചേർത്തിട്ടിരിക്കുന്നത് കണ്ട് പൊട്ടിത്തെറിക്കുന്ന നബി തിരുമേനി നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. വേറെ എവിടെയും അദ്ദേഹം അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതായി കാണുന്നില്ല. അതേ നാണയത്തിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നിടത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുവെങ്കിൽ, അവിടെ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞത് തിരുത്തുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണ് കോപവും രോഷവും എല്ലാം ഉണ്ടാവാത്തതും? അണപൊട്ടി ഒഴുകുന്ന രോഷത്താൽ നിൽക്കുന്ന ആളിനെ നബി തിരുമേനി നമ്മൾ അവിടെ കാണും, ഉഹുദ് യുദ്ധഭൂമിയിൽ കാണുകയാണ്. പിതൃവനായ ഹംസയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നബി തിരുമേനിക്ക് നേരെ പഞ്ഞെടുത്ത അക്രമകാരിലെല്ലാം അമർച്ച ചെയ്തിരുന്ന ആളുകളെപ്പോലും കൊന്നൊടുക്കി ഇട്ടിരിക്കുകയാണ് അവിടെ. കബന്ധങ്ങൾ കണ്ട് തകർന്നു നിൽക്കുന്ന ആളാണ് അവിടെ എല്ലാവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കേണ്ടതാണെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഇതിൽ തിരിച്ചതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായ രീതിയിലുള്ള ഒരു തിരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പരമകാരുണികൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. നിങ്ങളൊരാൾ ആക്രമിക്കുന്നുവെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു നിർത്തിയില്ല, പക്ഷേ എന്ന് പറഞ്ഞവിടെ നിൽക്കുകയാണ്. അവിടെ എന്നാലൊരു പക്ഷേ വരികയാണ്. പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും പരമമായ മാർഗം. അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷമുള്ള ഒരാളിന് മാത്രമേ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ എന്നും അവിടെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഒരു ക്ഷമയുടെ രംഗത്തേക്ക് പോകണമെന്നാണ് വീണ്ടും പറഞ്ഞു വെക്കുന്നതില്ല. ഇത് സ്വന്തം നേർക്ക് തന്നെ ഉണ്ടാകുന്ന ഈ രണ്ടനുഭവങ്ങൾ നമ്മൾ നോക്കുക. അവിടെയെല്ലാം അക്രമത്തിൻ്റെ മാർഗത്തിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്. ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടിട്ടിരിക്കുന്നവൻ്റെ കൈകൾ വെട്ടിയെടുത്ത് മാറ്റാതെ നമുക്ക് ഉറക്കമുണ്ടാവുകയില്ല എന്ന് പറയുന്ന നബി തിരുമേനല്ല നമ്മളവിടെ കാണുന്നത്. ക്ഷമയുടെ സഹനത്തിൻ്റെ വഴികളിലൂടെ ഒരു ജനതയെ ആനയിക്കുന്ന ഒരാളിനെയാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമ്മുടെ ലോകത്തെ ഏറ്റവും ഒരു ഇതിനേക്കാളൊരു നേതാവിന് വേണ്ടി വേറെ ഏത് ഗുണമാണുള്ളതെന്ന് ആലോചിച്ച് നോക്കുന്നു. ഇസ്ലാം മതം ലോകത്തിൻ്റെ മണ്ണിലേക്ക് ഒഴുകിപ്പടർന്നെങ്കിലും അത് ആയുധത്തിൻ്റെ പിൻബലത്തോടെ അല്ല, വാളിൻ്റെയും തോക്കിൻ്റെയും പിൻബലത്തോടെ ഒഴുകിപ്പടർന്നു കയറിയ ഒരു മതമല്ല.
അധികാരത്തിൻ്റെ പേരിൽ കടന്നു വന്ന ഒന്നല്ല. അധികാരമുണ്ടൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ആ കൂട്ടത്തിലേക്ക് കൂടിയേക്കാം എന്ന് പറയുന്നത് പോലെയല്ല. ചിലപ്പോൾ ഇന്നലെ വരെ ചിലപ്പോൾ എച്ച് സലാമിനെ കണ്ടപ്പോൾ ഭരണമുണ്ട് എന്ന് കാണുമ്പോൾ നമ്മളോട് ഇച്ചിരി പ്രത്യേകത കാണിക്കാറുണ്ടല്ലോ. അത് എവിടെയും ഉണ്ടാവുന്ന ഒന്നാണ്. ഭരണം കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ വെന്നിക്കൊടി നാട്ടിയ മതത്തിൻ്റെ പേരല്ല ഇസ്ലാം മതം എന്നുള്ളത്. എവിടെയായിരുന്നു അധികാരമുണ്ടായിരുന്നത്? അധികാരമുള്ള ഒരാൾ പോലും ഇല്ല ഇവിടെ. ആട്ടിപ്പായിക്കപ്പെട്ടൊരു ജനതയാണെല്ലാം ഉള്ളത്. എത്രയോ ഇടങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടും സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു പോകേണ്ടി വന്ന ഒരു ജനതയുടെ പക്ഷത്താണ് ആ മതം നിൽക്കുന്നത്. അധികാരവുമായി ബന്ധപ്പെട്ട ആളുകളില്ല, അടിമകളാണ് വന്ന് നിൽക്കുന്നതെല്ലാം. ആ അടിമയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ചരിത്രം ഇങ്ങനെ ചേർത്തും കോർത്തും വെക്കുന്ന അടിമകൾ. കറുത്തവനായിരുന്ന, നീഗ്രോ ആയിരുന്ന, എത്യോപ്യക്കാരനായിരുന്ന ബിലാലിനെ നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുക? മക്കാ വിജയത്തിൻ്റെ പ്രഖ്യാപനം ലോകവും കാലവും കേൾക്ക് ഉറക്ക വിളിച്ചു പറഞ്ഞ കറുത്തവനായ അടിമയായ ബിലാലിനെ വിസ്മരിക്കാൻ എങ്ങനെയാണ് കഴിയുക? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപനം നടത്തുന്ന ഇതെല്ലാം ലോകം കേൾക്ക വിളിച്ചു പറഞ്ഞ ഈ ബിലാലിനെ വിസ്മരിക്കാൻ ആർക്കാണ് കഴിയുകയില്ല. ആരാണ് ബിലാലിനെ ഉയർത്തിക്കൊണ്ടുവന്നത്? അടിമകളാണ് ഏറ്റവും കൂടുതൽ വന്നതും. അവരുടെ അടുത്തേക്കല്ലേ നീങ്ങിയതെല്ലാം. യാസർ കുടുംബത്തെ വിസ്മരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? എത്ര വലിയ പീഡനങ്ങളിലേക്കാണ് എടുത്തുയർത്തപ്പെട്ടതും. ക്രൂരമായ പീഡനങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് എടുത്തുയർത്തപ്പെടുമ്പോഴും ഈ മതത്തെയും അന്ത്യപ്രവാചകനെയും ഒഴിവാക്കുകയില്ല എന്ന് മനസ്സിൽ നിന്നും മായ്ക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല എന്ന് പറഞ്ഞില്ലേ? ആ പറയുന്നിടത്താണ് ആ യാസർ കുടുംബം ഈ ക്രൂരതകളെല്ലാം ഏറ്റുവാങ്ങുന്ന അവസരത്തിൽ കുന്തം കൊണ്ട് കുത്തിയും ശരീരത്തിൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തിയും ഭാരമേറിയ കല്ലെടുത്ത് നെഞ്ചത്തു വെച്ച് വലിച്ചഴച്ചു കൊണ്ടുപോയില്ല. മൃഗീയമായ പീഡനങ്ങളിൽ അരുങ്കൊല ചെയ്യപ്പെടുന്ന അവിടെ ചെന്നിട്ടും അദ്ദേഹം എന്താ പറഞ്ഞത്? യാസർ കുടുംബമേ പൊറുക്കുക, യാസർ കുടുംബമേ ക്ഷമിക്കുക. ഈ വാക്കുകളല്ലേ നമ്മൾ നബി തിരുമേനിയിലൂടെ കേട്ടത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെയാണ് നമുക്ക് ഇതിനേക്കാൾ വേറൊരു മാതൃകയെ നമുക്ക് കാണിക്കാൻ കഴിയുക? ഇതാണ് ലോകത്തിന് മുമ്പിൽ നബി തിരുമേനി കാണിച്ചത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന്. മുത്തുനബി എന്ന് ഇസ്ലാം മതവിശ്വാസികൾ ലോകത്ത് സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഒരു പേരാണ്. പക്ഷേ ലോകത്ത് മുത്തുരത്നം എന്ന് വിളിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്, വേറെ ആരും വിളിച്ചിട്ടില്ല. ആ കാരുണ്യത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ മലയാളത്തിൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് വിശേഷിപ്പിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആട്ടിറച്ചി എടുത്ത് ഭക്ഷണത്തിനായി കൊടുത്തതിൽ വിഷം കലർത്തി കൊടുത്ത ആളിനോട് പോലും ക്ഷമിച്ച ഒരാളിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം അവിടെ. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുക. ഈന്തപ്പനയ്ക്ക് കല്ലെറിഞ്ഞതിൻ്റെ പേരിൽ പിടികൂടപ്പെട്ട് കൊണ്ടുവന്ന് നബിതിരുമേനിയുടെ മുമ്പിൽ നിർത്തുന്ന അവസരത്തിൽ നബിതിരുമേനി ആ കുഞ്ഞിനെ ശിക്ഷിക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. കുഞ്ഞെ, നീ എന്തിനാണ് ഈന്തപ്പണിക്ക് കല്ലെറിഞ്ഞതെന്നും വളരെ സ്നേഹത്തോടെയും സൗമനസ്യത്തോടെയും കൂടി ചോദിക്കുന്ന നബിതിരുമേനിയാണ് ചരിത്രം എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ കാട്ടിത്തരുന്നത്. നീ എന്തിനാണ് ഈന്തപ്പനയ്ക്ക് കല്ലെറിഞ്ഞത്? പഴുത്ത് വരുമ്പോൾ നമുക്കത് എടുത്ത് കഴിക്കാമല്ലോ. എന്തിനാണ് അതിന് കല്ലെറിഞ്ഞത്? ഇനി കല്ലെറിയല്ലേ എന്ന് പറഞ്ഞല്ല വിട്ടത്. അദ്ദേഹം പറഞ്ഞു, അതിന് കല്ലെറിഞ്ഞാൽ നോവുകയില്ലേ എന്നാണ് ചോദിക്കുന്നത്. നോവുക എന്ന് പറഞ്ഞൊരു വികാരമാണ്. നമ്മൾ ചിരിക്കുന്നു, കരയുന്നു എന്നൊക്കെ പറഞ്ഞ വികാരമാണ് അതെല്ലാം വരുന്നതെല്ലാം. ദേഷ്യപ്പെടുക എന്നത് വേറൊരു വികാരമാണ്. ആർക്കാണ് ദേഷ്യപ്പെടാൻ കഴിയുക? ആർക്കാണ് ചിരിക്കാൻ കഴിയുക? ആർക്കാണ് കരയാൻ കഴിയുക? അതെല്ലാം കഴിയുന്നത് ജീവനുള്ളവയ്ക്ക് മാത്രമാണ്. നമ്മൾ മൃഗങ്ങൾ, മനുഷ്യർ എല്ലാം നിങ്ങൾ നോക്കൂ. അതിനെന്തെങ്കിലും തരത്തിൽ നമ്മളതിനെ വേദനിപ്പിക്കുമ്പോൾ അതിൻ്റേതായ തരത്തിൽ നമ്മൾ പറയുന്ന കരച്ചിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണങ്ങൾ ശബ്ദങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നവയെല്ലാം ശബ്ദങ്ങൾ കൊണ്ടത് പ്രകടിപ്പിക്കും. ഞാൻ ഈ പോഡിയത്തിൽ ആഞ്ഞടിച്ചാൽ കേൾക്കുന്ന ഒരു ശബ്ദം ഞാൻ അടിച്ചതിൻ്റെ പേരിൽ നൊന്ത ഈ പ്രസംഗപീഠത്തിൻ്റെ ശബ്ദമല്ല അത്. സാധാരണയിൽ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഡെസ്കിലേക്ക് സലാം ഒന്ന് ആഞ്ഞ് കൈയടിക്കും, അടുത്ത് പുറത്തടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദം ഈ ഡെസ്ക് കരയുന്ന ശബ്ദമൊന്നുമല്ല. അത് സാധാരണ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതിനൊന്നും ജീവനില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഒരു ശബ്ദമുണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ നോവുന്നതിൻ്റെ പേരിൽ ഒരു ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നത് ജീവനുള്ളവയ്ക്ക് മാത്രമാണ്. നബിതിരുമേനി പറയുകയാണ്, ഈ ഈന്തപ്പനയ്ക്ക് നോവുകയില്ലേ? അതിന് കല്ലെറിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക്
എത്ര കൃത്യമായിട്ടെന്ന വണ്ണമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അത് അങ്ങനെ പറയുക മാത്രമല്ല ചെയ്തത്, അവിടെ വലിയൊരു സന്ദേശത്തെ, വലിയൊരു ശാസ്ത്ര സത്യത്തെ അദ്ദേഹം കൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു. നോവുക എന്നത് ജീവനുള്ളവയ്ക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞവിടെ വെക്കുന്നത്. ഇതിനും കഴിഞ്ഞ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ജഗദീഷ് ചന്ദ്രബോസ് എന്ന ശാസ്ത്രജ്ഞൻ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അതുവരെ എല്ലാവരും ധരിക്കുന്ന സസ്യങ്ങൾക്ക് ജീവനൊന്നുമില്ലെന്നാണ്. അക്ഷരാഭ്യാസം അരികിൽ കൂടി പോലും പോയിട്ടില്ലാത്ത നബി തിരുമേനി ജഗദീഷ് ചന്ദ്രബോസ് ഈ കണ്ടുപിടുത്തം നടത്തുന്നതിനും വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഈന്തപ്പനയ്ക്ക് കല്ലെറിഞ്ഞതിൻ്റെ പേരിൽ പിടികൂടപ്പെട്ട് മുമ്പിൽ ഹാജരാക്കിയ കുഞ്ഞിനോട് പറയുകയാണ്, കുഞ്ഞെ എന്തിനാണ് എറിഞ്ഞത്, അതിന് നോവുകയില്ലേ എന്നുള്ളത്. നമുക്ക് എത്ര, ഞാൻ നേരത്തെ കൊണ്ട് സമാനതകളില്ലാത്തൊരു ജീവിതത്തിൻ്റെ ഇത്തരം ഒരുപാട് ഏടുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതൊക്കെയാണ് ആ ജീവിതത്തിൽ ഏറ്റവും പ്രമുഖമായത് ഒന്നെന്ന് പറയുന്നത്. അത് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും പക്ഷം ചേരുകയായിരുന്നു. ആ പക്ഷം ചേരലിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കകത്ത് വ്യത്യസ്തമായ അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ ആ എതിർക്കപ്പെടേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്നതിനകത്തും ഖുർആൻ മടികാട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള ഒരാൾ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന അവസരത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അതെൻ്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്ധനായ അബ്ദുള്ള നബി തിരുമേനിയുടെ അടുത്തേക്ക് എത്തിയ സന്ദർഭം ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അന്ധനായ അബ്ദുള്ളക്ക് അറിയില്ല, അദ്ദേഹം വരുന്ന് കയറുമ്പോൾ നബി തിരുമേനി എതിരാളികളായ ഖുറൈശി ഗോത്രത്തിലെ പ്രമുഖന്മാരുമായിട്ടും ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. ഏതാണ്ട് ഒരു സന്ധി സംഭാഷണം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ധനായ അബ്ദുള്ള കയറി വരുന്നത്. അബ്ദുള്ളയ്ക്ക് എന്നും അറിയില്ലെങ്കിലും കണ്ടതാണ് നബി തിരുമേനി അബ്ദുള്ളയും. അയാളെ കൂടുതൽ ഗൗനിക്കാതെ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു നീങ്ങുകയായിരുന്നു അവിടെ ചെയ്തത്. അവിടെ നബി തിരുമേനിയെ തിരുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വേണമെങ്കിൽ അദ്ദേഹത്തിൽ നബി തിരുമേനിയിലൂടെ തന്നെയാണല്ലോ ഇതെല്ലാം പുറമേക്ക് പ്രവഹിക്കപ്പെട്ടു വന്നത്. വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് ഒഴിവാക്കിക്കൂടായിരുന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് എഴുതാൻ തീരുമാനിച്ചാൽ, സലാമിനെക്കുറിച്ച് എഴുതാൻ തീരുമാനിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എഴുതി എന്തിനാണ് മാലോകരെ അറിയിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ ഖുർആനിലെ 80-ാം അധ്യായമില്ലേ അബസ, അതിനകത്ത് ഏറ്റവും മനോഹരമായി തന്നെ ചേർന്നിരിക്കുകയാണ്. മുഖം ചുളിഞ്ഞു എന്നല്ലേ വാക്കിൻ്റെ അർത്ഥം. അബസ അതിനകത്ത് വരുന്നത് അങ്ങനെയാണ്. മുഖം ചുളിഞ്ഞത് അബ്ദുള്ള കയറി വന്നതിൻ്റെ പേരിലാണ്. ഒരു വേള അയാൾ രക്ഷപ്പെടുമായിരുന്നില്ലേ. അങ്ങനെ മുഖം ചുളിക്കാൻ പാടില്ലായിരുന്നു എന്ന ഒരു തിരുത്തൽ രേഖപ്പെടുത്തുകയാണ്. ആ തിരുത്തൽ ഈ വിശുദ്ധ ഖുർആൻ രൂപപ്പെട്ടു വരുന്നത് അദ്ദേഹത്തിലൂടെ തന്നെ വരുന്ന ഇടത്തും അത് അതേപടി തന്നെ വന്ന് നിൽക്കുകയാണ്. അതേറ്റവും വലിയൊരു ഗുണമാണ് എന്ന് കാണേണ്ടതുണ്ട്. തനിക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിൻ്റെ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയുടെ കാര്യത്തെ അല്പം പോലും കുറച്ച് കാട്ടാതെ ആ സന്ദർഭത്തെ രേഖപ്പെടുത്തുകയും അബസ ഖുർആനിൽ ഏറ്റവും വിഖ്യാതമായ പ്രമുഖമായ ഒരധ്യായമായി തിളങ്ങുകയും വിളങ്ങുകയും നിൽക്കുകയും ചെയ്യുമ്പോൾ അത് വായിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്കും നബി തിരുമേനിയോടുള്ള സ്നേഹത്തിൻ്റെയോ നബി തിരുമേനിയോടുള്ള ആദരവിലോ കുറവ് വരികയല്ല ചെയ്യുന്നത്. അവിടേക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും കൂടുതൽ മമതയും സ്നേഹവുമെല്ലാം ഉണ്ടാവുകയാണ്. ആ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ആ ബഹുമാനത്തിൻ്റെയും പരകോടിയിലെത്തുമ്പോഴാണ് ഒരു ജനതാ ഹൃദയം കൊണ്ട് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അത്തരത്തിൽ ഗൗരവതരമായൊരു വിലയിരുത്തലും ഈ തരത്തിലുള്ള നിലപാടുകളും ഉണ്ടായത്. ആ നിലപാടുകളാണ് ഒരു ജനതയെ ചേർത്തും കോർത്തും നിർത്തിയത്. അധികാരത്തിൻ്റെ പിൻബലമില്ലാതെ, ആയുധത്തിൻ്റെ പിൻബലമില്ലാതെ അനേക കോടികളെ ആവേശം കൊള്ളിക്കുന്നതിനും അനേക കോടികളെ ഈ തരത്തിലേക്ക് എത്തിക്കുന്നതിന് കഴിഞ്ഞ കേവലമായ ഒരാവേശത്തിനപ്പുറത്തേക്ക് അതിനെയെല്ലാം വൈകാരികതയ്ക്കപ്പുറത്തേക്ക് വിവേകത്തിൻ്റെ, വിചാരത്തിൻ്റെ ചിന്തകളിൽ നിന്നുകൊണ്ട് ചേർത്തും കോർത്തും നിർത്തുന്നതിനെ കഴിഞ്ഞു എന്നുള്ളതൊരു ചെറിയ കാര്യം അല്ല. അത് ലോകത്തിനു മുമ്പിൽ കാട്ടിയത് നേരിൻ്റെയും നന്മയുടെയും പാതകളായിരുന്നു. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. അത് ഉയർത്തിപ്പിടിക്കുന്നത് നേരിൻ്റെയും ന്യായത്തിൻ്റെയും നന്മയുടെയും വഴികളെക്കുറിച്ചാണ്. എത്രയോ ഇടങ്ങളിൽ നമുക്കതെല്ലാം കാണാൻ കഴിയും. ഞാനതെല്ലാം ഇവിടെ ഇപ്പോൾ വിസ്തരിച്ച് പറഞ്ഞു പോകാൻ ഒരുമ്പെടുകയല്ല. നമ്മുടെ നാട്ടിൽ അനീതികൾ ഒഴുകി പടർന്നുകൊണ്ടിരിക്കുന്നിടത്തും, അശാന്തിയുടെ തീരങ്ങളായി മണ്ണിനെ മാറ്റിത്തീർക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നിടത്തും, ഒരാൾ വേറൊരാളിൽ നിന്ന് വിഭിന്നനാണെന്നും മെച്ചമുള്ളവനാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തും, അതിൻ്റെ പറച്ചിലിന് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏതു വഴിയെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടാവുന്നുണ്ട്. ന്യായത്തിൻ്റെ, സത്യത്തിൻ്റെ വഴികൾ മാത്രമല്ല, സ്നേഹത്തിൻ്റെ, അതിനേക്കാളും ഉപരി നിൽക്കുന്നൊരു സ്നേഹത്തിൻ്റെ വഴിയുണ്ടല്ലോ. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് ക്ഷമയോടുകൂടി ക്ഷമയുടെ ബലത്തിൽ നേരിടുക എന്ന് പറഞ്ഞ ഒരു വഴി, അത് ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹത്തിൻ്റെ വഴിയെ തന്നെയാണ്.
ആ സ്നേഹത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകാൻ പാടില്ലാത്തതാണ്. എൻ്റേത് മാത്രമാണ് മെച്ചമെന്ന് പറയുന്നിടത്ത് സ്നേഹത്തിൻ്റെ വഴി അടയുക തന്നെ ചെയ്യും. അങ്ങനെ വഴികൾ അടയുമ്പോഴാണ് നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള പൗരത്വത്തിൻ്റെ നിയമപ്രശ്നത്തിൻ്റെയൊക്കെ വഴികളിലേക്ക് എത്തുന്നതെല്ലാം. അവിടെ ഓരോരുത്തരുടെയും ഇത് പറഞ്ഞ് എൻ്റെ മതം എന്ന് മാത്രം പറഞ്ഞു നിൽക്കുന്നിടത്തും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം മനുഷ്യനെ അങ്ങനെ തരത്തിൽ വിഭജിക്കപ്പെട്ട് മാനവികതയെ തച്ചു തകർക്കുക എന്നതല്ല. നബി തിരുമേനി തന്നെ പറയുന്നുണ്ടല്ലോ, അറബിക്ക് അനറബിയേക്കാളും അനറബിക്ക് അറബിയേക്കാളും മഹാത്മ്യമൊന്നും പറയേണ്ടതില്ല എന്നും. അറേബ്യയിലെ രീതികൾക്കനുസരിച്ചിട്ടാണ് അദ്ദേഹം അത്തരൊരു നിലപാടിലേക്ക് എത്തുന്നതല്ല. ഏതെങ്കിലും ഒരു വിഭാഗം മോശക്കാരാണെന്ന് അല്ല. ആട്ടിപ്പായിക്കപ്പെട്ട ഒരു ജനതതി, ആട്ടിപ്പായിക്കപ്പെട്ടവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും കാര്യങ്ങൾ അറിയുന്ന വേളയിൽ ധാന്യമില്ലാതെ പട്ടിണി കിടന്നു വലയുന്ന ആ നാട്ടിലേക്ക് തങ്ങളെ ആട്ടി ഓടിച്ചവരടുത്തേക്ക് ധാന്യങ്ങൾ കൊടുത്തയക്കുന്ന നബി തിരുമേനി നമ്മൾ കാണുന്നുണ്ട്. ആജന്മശത്രുക്കൾ എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാറില്ലേ? അത്തരം ശത്രുതയുടെ വഴികളെ അല്ല നബി തിരുമേനി ലോകത്തിന് മുമ്പിൽ കാട്ടിത്തന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ തരത്തിൽ പട്ടിണി കിടന്നു വലയുന്ന ഒരു ജനതയുടെ അടുത്തേക്ക് തങ്ങളുടെ എതിരാളികളുടെ അടുത്തേക്ക് ധാന്യങ്ങൾ കൊടുത്തയക്കുന്ന ആളിനെ ചരിത്രത്തിൽ കാണാനേ കഴിയുമായിരുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സമാനതകളില്ലാത്ത ഒരു പുതിയ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുകയായി. അതുകൊണ്ടാണ് ഇത് ഏതെങ്കിലും ആയുധത്തിൻ്റെ പിൻബലത്തോടെയല്ല മനസ്സുകളെ കീഴ്പ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞത്. അധികാരത്തിൻ്റെ പിൻബലത്തോടെയല്ല മനസ്സുകളെ കീഴ്പ്പെടുത്തിയത് എന്ന് പറഞ്ഞത്. ഒരിക്കൽ യുദ്ധത്തിനായി പോകുന്ന ആൾക്കാരെല്ലാവരും തിരിച്ചു വരുന്ന അവസരത്തിൽ തിരുമേനിയോട് പറഞ്ഞു, ഇന്നത്തെ യുദ്ധത്തിൽ കുറച്ച് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു വന്നു. വല്ലാണ്ടായിപ്പോയി അദ്ദേഹം ഒരു വേള ചെറുതായി പൊട്ടിത്തെറിക്കുക പോലും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളുടെ കുഞ്ഞുങ്ങളല്ല, എതിരാളികളുടെ കുഞ്ഞുങ്ങളാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ നബി തിരുമേനിയെ അടക്കാൻ, നബി തിരുമേനിയുടെ ഈ നിലപാടിൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിച്ച വികാരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താൻ ആ വാക്കുകൾക്ക് കഴിയുമായിരുന്നതേയില്ല. കുഞ്ഞുങ്ങൾ ആരുടെയും ആകട്ടെ, കുഞ്ഞുങ്ങളല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. അവിടെ കൊണ്ട് നിർത്തിയില്ല. അടുത്ത ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് യുദ്ധത്തിനായി പോകുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയത് പറയുന്നുണ്ടല്ലോ, വൃദ്ധന്മാരെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, കുഞ്ഞുങ്ങളെ കൊല്ലരുത്, കെട്ടിടങ്ങൾ തകർക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഇന്ന് ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ പരിസ്ഥിതിയുടെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നിടത്തും അടുത്ത അഞ്ചാമത് അദ്ദേഹം പറയുന്നത് വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുക പോലും ചെയ്യരുത് എന്നാണ്. യുദ്ധത്തിനായി പോകുന്നവരോട് ഇങ്ങനെ പറയുക എന്നത് നമുക്ക് നേരത്തെ ലോകത്തിന് മുമ്പ് അങ്ങനെ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമായിരുന്നു. വൃദ്ധന്മാരെ കൊല്ലാൻ പാടില്ല എന്നും, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല എന്നും, കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല എന്നും. കെട്ടിടങ്ങൾ തകർത്താൽ വല്ല കുഴപ്പവുമുണ്ടോ? നമ്മൾ യുദ്ധങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, എത്രയോ ഇടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. ഗൾഫ് യുദ്ധത്തിൻ്റെ കാലത്ത് പോലും നമ്മളത് കണ്ടതാണ്. കെട്ടിടങ്ങൾ തകർക്കപ്പെടുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ വീണ്ടും കാണുകയാണതല്ല. എത്രയെത്ര കെട്ടിടങ്ങൾ തകർക്കപ്പെടുന്നു. കെട്ടിടങ്ങൾ തകർക്കരുന്നല്ല, വൃക്ഷങ്ങൾ പോലും വെട്ടിമുറിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്തും ഒരു ജീവനെ പോലും നോവിക്കാൻ പാടില്ല എന്നതിലേക്കാണ് അതെല്ലാം എത്തുന്നത്. അതൊരു ചെറിയ കാര്യം ആയിരുന്നില്ല. എതിരാളികളെ ശിക്ഷിക്കാൻ വേണ്ടി പിടികൂടപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ നബി തിരുമേനി എത്രയോ തവണ ഭത്സിച്ച ആളുകളോട് പോലും സ്നേഹത്തോട് പെരുമാറി വിട്ടേക്ക് എത്രയോ ഉദാഹരണങ്ങളെ നമുക്ക് ആ ജീവിതത്തിൻ്റെ ആ ചരിത്രത്തിൻ്റെ വഴികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതൊന്നും ഒരു ചെറിയ കാര്യമായിരുന്നതേ ഇല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഉദാത്തമായൊരു മാതൃകയെ അവതരിപ്പിച്ചു എന്നും, സ്നേഹത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകാൻ പാടില്ല എന്നും, സമാധാനത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാർന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം ഭീകരതയുടെ കേന്ദ്രമാകുമ്പോഴാണ് അത് ഏറ്റവും വലിയ ഫാസിസമായി തീരുന്നത്. ഭരണകൂടം അത്തരത്തിൽ വരുന്നൊരു രീതിയാണ് ഏറ്റവും വലിയ ഫാസിസം എന്ന് പറയുന്നത്. കാരണം ഏതു ഭരണകൂടത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഏതു ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്വം അത് ജനാധിപത്യ ഭരണകൂടമാകട്ടെ, വേറെ ഏതെങ്കിലും ഏകാധിപത്യമാകട്ടെ, മതാധിപത്യമാകട്ടെ, ഏതു ഭരണകൂടമായാലും ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭരണകൂടം ഭീകരത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഭരണകൂടം തങ്ങളുടെ ജനതയെ സംരക്ഷിക്കാതെ മാറി നിൽക്കുന്നു പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഫാസിസം ലോകത്തില്ല എന്ന് തന്നെ പറയാം. ഭരണകൂടമാണ് അങ്ങനെ നിൽക്കുന്നതല്ല. വേറെ ഏതെങ്കിലും ഒരു വിഭാഗം എ എന്ന ഒരു വിഭാഗം ബി എന്ന ഒരു വിഭാഗത്തിനെതിരെ ഒരു നിലപാടെടുക്കുന്നതല്ല. അത് ഉണ്ടാകുന്നതിനേക്കാൾ അവിടെയെല്ലാം എല്ലാവർക്കും സംരക്ഷണം ഉറപ്പാക്കേണ്ടുന്ന ഭരണകൂടം തന്നെ ഇത്തരമൊരു കവചമെടുത്ത് അണിയുകയാണ്. അതിനേക്കാൾ വലിയൊരു ഫാസിസം ലോകത്ത് വേറെ എങ്ങുമില്ല. സ്വന്തം ജനതയോടപ്പോൾ ഒരു യുദ്ധപ്രഖ്യാപനമാണ്. സ്വന്തം ജനതയെ തന്നെ ശത്രുക്കളുടെ പക്ഷത്തേക്ക് നിർത്തുകയാണ്. അത്തരമൊരവസ്ഥയാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് അതിനെയെല്ലാം നേരിടേണ്ടത്? വിശാലമായ ഒരു യോജിപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ യോജിപ്പം
മനുഷ്യനെ എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണുന്ന ഒരു മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നവരുടെ യോജിപ്പാവണം. അവിടെ മാത്രമേ എല്ലാ മനുഷ്യർക്കും തുല്യതയും എല്ലാ മനുഷ്യർക്കും നീതിയും എല്ലാം ഉണ്ടാവുകയുള്ളൂ. സാഹോദര്യത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ, സ്നേഹത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. നമ്മളിലേക്ക് വന്നു കയറിക്കൊണ്ടിരിക്കുന്ന നാം ജീവിക്കുന്ന ഈ ലോകവും ചുറ്റുപാടുകളുമെല്ലാം മുതലാളിത്തത്തിന് ഏറ്റവും ഉയർന്ന രൂപത്തെ കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ചുറ്റുപാടുകളാണ്. മുതലാളിത്തം അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായ സാമ്രാജ്യത്വവും എല്ലാ ഇടങ്ങളിലേക്കും പടർന്നു കയറുമ്പോൾ എല്ലാം പണത്തിൻ്റെ തോത് വെച്ചാണ് എല്ലാത്തിനെയും അളന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹബന്ധങ്ങൾക്ക് പോലും പണത്തിൻ്റെ തോത് വെച്ച് അളക്കുകയാണ്. എല്ലാ ബന്ധങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പണമായി മാറുമ്പോൾ ബന്ധങ്ങൾ അപ്രസക്തമായി മാറിക്കൊണ്ടേയിരിക്കും. എല്ലായിടത്തും പണം ആധിപത്യം പുലർത്തുക തന്നെ ചെയ്യും. പണം ആധിപത്യം പുലർത്തുന്ന ഒരു സമൂഹത്തിൽ നന്മകൾ അസ്തമിച്ചുകൊണ്ടേയിരിക്കും, സത്യം അസ്തമിച്ചുകൊണ്ടേയിരിക്കും, സ്നേഹം അസ്തമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അസ്തമനം ഉണ്ടാകുന്നിടത്ത് പണത്തിനാണ് പ്രാധാന്യം ഉണ്ടാവുക. സ്നേഹം അസ്തമിക്കുന്നു എന്ന് വെറുതെ പറയുമ്പോൾ, അങ്ങനെ പറയുന്നത് ചിലപ്പോൾ നമുക്കത് ആ സ്നേഹം അസ്തമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പണത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്ക് കുറിച്ച് വെക്കാം, ആ സ്നേഹം അസ്തമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന്, നീതി അസ്തമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന്. അങ്ങനെ അസ്തമിക്കുമ്പോഴാണ് പണത്തിൻ്റെ പ്രാധാന്യം കൂടി വരുന്നത്. ആ പണത്തിൻ്റെ പ്രാധാന്യം കൂടി വരുമ്പോൾ എങ്ങനെയും പണം എന്നതിലേക്ക് അതെല്ലാം എത്തും. എങ്ങനെയും പണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും. എങ്ങനെയും പണം എന്നതിലേക്ക് വരുമ്പോഴാണ്, ഞാൻ വരുമ്പോൾ ശ്രീ എച്ച് സലാം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന, അദ്ദേഹത്തിന് മുമ്പിലെത്തിയ ഒരു കുടുംബത്തിൻ്റെ കഥയായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ഞാനും ഇതുപോലെ ഞാൻ ഞെട്ടലോട് കൂടിയിട്ടാണ് അതും കേട്ടുകൊണ്ട് വന്നതല്ല. എനിക്കും സമാനമായ രീതിയിൽ ഉള്ള അനുഭവങ്ങൾ ഞാനും കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാത്ത ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നതെല്ലാം? എങ്ങനെയും പണമുണ്ടാക്കുക എന്നുള്ള വ്യഗ്രതയാണ്. ലഹരി ആയിക്കോട്ടെ, മറ്റുള്ള ഇത്തരത്തിലൊരു ജനതയെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്കെല്ലാം കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പണം എല്ലാത്തിനേക്കാളും പ്രാധാന്യമുള്ള ഒന്നായി മാറുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. പണം ദേവാലയവും പണം പ്രതിഷ്ഠയും പണം ദൈവവുമായി മാറിക്കഴിയുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. എല്ലാം കച്ചവടത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമാവും. അപ്പോൾ എങ്ങനെയും പണമുണ്ടാക്കുക എന്നതാണ്. ലഹരി വിറ്റ് കഴിഞ്ഞാൽ, ലഹരിയിലേക്കൊരു ജനതയെ എത്തിച്ചു കഴിഞ്ഞാൽ സർവനാശത്തിൻ്റെ ആരംഭമായിരിക്കുമെന്ന് അറിയാത്തവരല്ല. പക്ഷേ എനിക്ക് വേണ്ടത്, എനിക്ക് പണമാണ്. പണം കുമിഞ്ഞുകൂട്ടുക എന്നതാണ് ഏറ്റവും പരമപ്രധാനം എന്ന് കാണുകയാണ്. അങ്ങനെ പണം കുമിഞ്ഞുകൂട്ടുക എന്നതിനെ പരമപ്രധാനമായി കാണുമ്പോൾ ഏതു വഴിയും തിരഞ്ഞെടുക്കാൻ തയ്യാറാവും. ആ വഴികൾ തിരഞ്ഞെടുക്കുന്നിടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്നേഹത്തിനും സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ എല്ലാം വഴികൾ അടഞ്ഞു പോകുന്ന തരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള വഴികൾ അടയുമ്പോൾ, ഈ തരത്തിൽ പണത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുമ്പോൾ ഇത്തരം ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ വരുന്നു കയറും. അതെൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിലേക്കാണ് വന്നു കയറുന്നതെല്ലാം. എവിടെയെങ്കിലും വന്നു കയറുന്നൊരു കാര്യമായിട്ടല്ല നമ്മളതിനെ കാണുന്നത്. ഓരോ കുടുംബങ്ങളിലേക്കും മരിച്ചരിച്ച് വന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യമെല്ലാം ആരുൽപ്പാദിപ്പിച്ച് വിടുന്നതാണ്. ഒരു മുതലാളിത്ത ചിന്താഗതിയുടെ ഉൽപ്പന്നങ്ങളാണിതെല്ലാം. സാമ്രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണിതെല്ലാം. എങ്ങനെയും പണമുണ്ടാക്കുക, പണത്തോടുള്ള ആർത്തി എന്നത് മുതലാളിത്തത്തിൻ്റെ രീതിയാണതെല്ലാം. ആ മുതലാളിത്ത രീതികളോട് പൊരുത്തപ്പെടാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? ഞാൻ ഈ പറഞ്ഞതെല്ലാം വിട്ടേ. പക്ഷേ തകർന്നു പോകേണ്ടി വരുന്ന, തകർച്ചയിലേക്ക് പോകുന്ന കുടുംബങ്ങളെക്കുറിച്ച് നാം ഗൗരവത്തിൽ കാണുക. വർത്തമാനകാലത്ത് ഒരുപാട് ദുരിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിലാണ്, അത്തരമൊരു സന്ദർഭത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു നബിദിനം വീണ്ടും എത്തുന്നത്. സ്നേഹത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ, സ്നേഹമാണ് ഏറ്റവും പ്രമുഖമായ സന്ദേശമെന്നും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴികളാണെന്ന് പറഞ്ഞ, വിശ്വസ്തതയുടെ ഏറ്റവും വലിയ രൂപമായി ലോകത്തിനു മുമ്പിൽ അവതരിച്ച ഒരാളിനെക്കുറിച്ചാണ് നമ്മൾ എത്തിക്കുന്നതെല്ലാം. നബി തിരുമേനിയുടെ അത്തരം ഒരുപാട് വിശേഷണങ്ങളുണ്ടല്ലോ. ആ സവിശേഷതയാർന്ന ജീവിതത്തിൻ്റെ വഴികൾ തുറന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കേവലമായ ചരിത്ര പുസ്തകത്തിലെ ഏടുകൾ മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഉദാത്തമായ മാതൃകയാണ്. മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നനായി നബി തിരുമേനി തന്നെ കണ്ടതേയില്ല. വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന അദ്ദേഹം ആഗ്രഹിച്ചതേയില്ല. വന്നു കയറുമ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയെ പ്രോത്സാഹിപ്പിച്ചതേയില്ല. ആർക്കെങ്കിലും ഹസ്തദാനം നൽകിയാൽ ആ കൈ കൊടുക്കുന്നയാൾ കൈ വിടുവിക്കുന്നത് വരെയും കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുമായിരുന്നു. നബി തിരുമേനിയെക്കുറിച്ചാണ് കേൾക്കുന്നതെല്ലാം. അങ്ങനെ വയ്ക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹസ്തദാനം കൊടുത്ത കൈകളിൽ മുറുകെ പിടിച്ചിട്ടും കൈ വലിച്ചിട്ട് താങ്കളുടെ കയ്യിൽ പിടിക്കുന്ന അവസരത്തിൽ വല്ലാത്തൊരു പരിപരിപ്പ് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞത്. കൈ കൊടുത്തയാൾ വല്ലാണ്ടായിപ്പോയി. അദ്ദേഹം തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി അങ്ങ് എന്നോട് ക്ഷമിക്കുക, ഞാനൊരു തൊഴിലാളിയാണ്. പണിയെടുത്തതിൻ്റെ പേരിൽ വന്ന് തീർത്തിരിക്കുന്ന തഴമ്പുകളാണ് എൻ്റെ കയ്യിലുള്ളതെല്ലാം. ആ
ആ തഴമ്പുള്ള കൈകൾ കൊണ്ട് ഞാൻ അങ്ങയുടെ കൈകളിൽ പിടിച്ചപ്പോൾ അങ്ങയ്ക്ക് അസ്വസ്ഥതയുണ്ടായെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു. നബി തിരുമേനി പറഞ്ഞ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ആ കൈകളെടുത്ത് തെരുതെരെ ഉമ്മ വെച്ചു. എന്നിട്ടത് വീശിയെടുത്ത് ഒരു കൊടിയെടുത്ത് വീശിക്കാണിക്കുന്നത് പോലെ ഈ കൈകൾ വീശിക്കാട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈകൾ കാണണോ ഇങ്ങോട്ടേക്ക് നോക്കാനാണ് പറഞ്ഞത്. അവൻ്റെ പ്രവാചകന് ഇഷ്ടപ്പെട്ട കൈകൾ കാണണോ ഇങ്ങോട്ടേക്ക് നോക്കാനാണ് പറഞ്ഞത്. പണിയെടുക്കുന്നവൻ്റെ കൈകളുടെ മഹാത്മ്യത്തെക്കുറിച്ചും പണിയെടുക്കുന്ന കൈകളുടെ പ്രത്യേകതയെക്കുറിച്ചും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈകൾ ഇതാണെന്ന് ഉറക്കെ പറയുക എന്നൊരു ചെറിയ കാര്യമായിരുന്നില്ല. ആ കൈകൾ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒരു പക്ഷം ചേരലായിരുന്നു. ആ പക്ഷം ചേരുമ്പോഴാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുകൾ ഏറ്റവും പ്രമുഖമായി വരുന്നത്. ഈ വഴികളിൽ ഏത് നിലപാടുകളെയാണ് സ്വീകരിക്കേണ്ടത്? സാധാരണക്കാരുടെ പക്ഷം ചേരുമ്പോൾ ഉള്ളൊരു നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷം തന്നെയാണത്. ആ പക്ഷം ചേരുമ്പോഴാണ് നാം വർത്തമാനകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പലതിനോടും നമുക്ക് എതിർപ്പ് രേഖപ്പെടുത്തേണ്ടി വരും. മതങ്ങളുടെ പേരിൽ സംഘടിച്ച ഒരു മതം മറ്റൊരു മതത്തിനെതിരായിട്ടുള്ള വെന്നിക്കൊടി പാറിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ ആരെയാണ് നമ്മുടെ നാട്ടിൽ സഹായിക്കുക? ഓരോരുത്തരിടങ്ങളിൽ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ ഒന്നിനൊന്ന് എന്ന തരത്തിൽ കണക്ക് പറഞ്ഞും കണ്ണിന് കണ്ണും ചങ്കിന് ചങ്കും കൈക്ക് കൈയും കരളിന് കരളുമെല്ലാം എന്നിങ്ങനെ പകരം 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 എന്ന് പറയുന്നിടത്ത് ഏത് മതത്തിൻ്റെ പേരാണ് വിജയിച്ചുകൊണ്ടിരിക്കുക? നാം കാണേണ്ടുന്നതെല്ലാം കബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിലല്ല നമുക്ക് മുമ്പോട്ടേക്ക് പോകേണ്ടത്. ജീവിത സാഹചര്യങ്ങൾ ദുരിതപൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നിടത്തും വല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറിക്കൊണ്ടിരിക്കുന്നിടത്തും മാനവികതയുടെ വെളിച്ചങ്ങളെ തല്ലിക്കൊഴിക്കാൻ വേണ്ടി ഇരുളടഞ്ഞ ഒരിടങ്ങളിലേക്ക് എല്ലാവരെയും ആനയിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നിടത്തും നബി തിരുമേനിയെപ്പോൾ നബി തിരുമേനി തന്നെ ഉയർത്തിക്കാണിച്ച ആദർശാത്മകമായ ജീവിതത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ തെളിനീരുറവയെ പായിച്ചു കൊടുത്ത ജീവിതത്തിൻ്റെ ആ ഏടുകളിലാണ് നമ്മൾ നോക്കേണ്ടതെല്ലാം. വർത്തമാനകാലത്തിൻ്റെ ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്ക് പരിഹാരത്തിനും നാം സ്വീകരിക്കേണ്ട ഉദാത്തമായ മാതൃകളെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടങ്ങളിൽ എല്ലാമാണ്. ഏറ്റവും പ്രാമുഖ്യമുള്ള നിലപാടുകൾ അവിടങ്ങളിലെല്ലാമാണ് നമ്മൾ കാണുന്നതെല്ലാം. അത് എല്ലാവരുടെയും ഉള്ളിൽ ഏറ്റവും വലിയ പ്രകാശഗോപുരമായി തെളിഞ്ഞു നിൽക്കട്ടെ. വർത്തമാനകാലത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആ പ്രകാശം ഏത് കൂരിരുട്ടിലും ഈ പ്രകാശം നമുക്കൊരു വഴിവെളിച്ചം പോലെ മുന്നിലുണ്ടാവട്ടെ. നമുക്കൊരിക്കൽ പോലും കാലിടറാതെ ഇരിക്കാൻ, ചതിക്കുഴികളിൽ വീഴാതെ ഇരിക്കാൻ നമുക്ക് ഈ വെളിച്ചം എല്ലാ കാലവും വഴിവെളിച്ചമായി നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. ഉള്ളിലുള്ള പ്രകാശമാണ് ഏറ്റവും പരമപ്രധാനമായ പ്രകാശം. ആ പ്രകാശമില്ല എങ്കിൽ ഉൾക്കാഴ്ചയില്ലാത്തവരായി നമ്മൾ മാറിക്കഴിയുക തന്നെ ചെയ്യും. ആ ഉൾക്കാഴ്ചയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടി കണ്ടത്. ആ ഉൾക്കാഴ്ചകൾ ഏറ്റവും ഉദാത്തമായ മനുഷ്യരാക്കാൻ എന്നതായിരുന്നു എല്ലാവരെയും. അത് കേവലമായ ഒരു മനുഷ്യനോട് മാത്രമായിരുന്നില്ല, പക്ഷിമൃഗാദികളോടും വൃക്ഷലതാദികളോടുമെല്ലാം അതേപോലെ തന്നെ ആ നിലപാടുകൾ സ്വീകരിക്കുക തന്നെയായിരുന്നു. അവിടങ്ങളെല്ലാം ഉയർന്നു പൊന്തി നിന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്നേഹത്തിൻ്റെയും കരുണയുടെയും എല്ലാം വഴികളും അതിൻ്റെ മുദ്രാവാക്യവുമായിരുന്നു. സ്നേഹത്തിൻ്റെ മഹത്തായ പ്രവാചകനെയാണ്, കാരുണ്യത്തിൻ്റെ മഹത്തായ പ്രവാചകനെയാണ്, സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മഹത്തായ പ്രവാചകനെയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയിൽ ഞാനും നിങ്ങളുമെല്ലാം കാണുന്നത്. ആ വെളിച്ചം എല്ലാവരുടെയും മനസ്സുകളെ നിന്ന് ഇരുട്ടിനെ അകറ്റട്ടെ. ലോകത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുട്ടിനെ അകറ്റാൻ ആ വെളിച്ചം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒരു കരുത്തായി തന്നെ നിലകൊള്ളട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.